ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ +1 +2 സ്റ്റുഡൻസിന് വേണ്ടി കേട്ടോ. പൊതുവെ എൻ്റെ ചാനലിൽ വരുന്ന ഒരു കമൻറ്റ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ അധികം റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, പാർഷ്യൽ ഡ്രോപ്പേഴ്സ് അവർക്ക് വേണ്ടി ചെയ്യുക. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകണേ അല്ലെങ്കിൽ +1 +2 സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും ഒരു സോഷ്യൽ മീഡിയയിലൊരു പ്രശ്നം ഇങ്ങനെ ഞാൻ കുറേ കണ്ടു. അതായത് എല്ലാവർക്കും അറിയുണ്ടാവും എന്താണ് ഫിസിക്സ് ഭയങ്കര ടഫാക്കി, എൻട്രൻസ് ലെവലാക്കി എന്നൊക്കെ. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലും പ്രശ്നം പറയുന്നു, CBSE പ്രശ്നം പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി തന്നെ സ്റ്റേറ്റ് സിലബസും CBSE +2 എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് കണ്ടോ ഈ പേപ്പർ വാങ്ങിയിട്ട് ഇത് കണ്ടത് സ്റ്റേറ്റ് സിലബസിൻ്റെ ഇത് CBSE ആ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത ശേഷം എന്താണ് എനിക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്, പിന്നെ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. അപ്പോൾ അതായത് മൊത്തത്തിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളതാണ് ഞാൻ ഈ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലാഗ് പഠിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പേപ്പർ ഉണ്ടെന്ന് തുടങ്ങാം. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഞാൻ നോക്കിയപ്പോൾ സത്യം പറയട്ടെ, ഞാൻ കൊണ്ടുവന്ന് എൻട്രൻസ് ലെവലാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പക്കാ NCERT സിമ്പിൾ ബേസിക് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. അതായത് പൊതുവെ വരുന്ന പോലെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ഡെറിവേഷൻ പക്ക, അതായത് ഒരു ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ഈ ഒരു ഡെറിവേഷൻ മാത്രം പഠിച്ച് അത് കാണാപാഠം പഠിച്ചിട്ട് അത് പേപ്പറിൽ പോയി ഛർദ്ദിക്കണം അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ഫിസിക്സ് ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് അത്ര ഭയങ്കര കൺസെപ്റ്റ് എൻട്രൻസ് ലെവലിൽ കൺസെപ്റ്റ് ഒന്നുമില്ല. ഒരു ബോർഡ് എക്സാം ലെവലിൽ തന്നെ ആ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊരു ഒന്ന് വൃത്തിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ പല സ്റ്റുഡൻസിനോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് വെച്ചാൽ NCERT ഫുൾ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഞാൻ സ്റ്റേറ്റ് സിലബസിന്റെ കാര്യമായിട്ട് പറയണേ, ഓരോ ക്വസ്റ്റ്യനും ഞാൻ മറിച്ച് പോയപ്പോഴും എനിക്ക് അങ്ങനെ വലിയൊരു ഭയങ്കര ടഫായിട്ട് തോന്നുന്ന എൻട്രൻസ് ലെവലിൽ ഒരു ക്വസ്റ്റ്യനൊന്നും കാണാൻ പറ്റിയില്ല. ഒക്കെ ബേസിക് വൺ വേർഡും പിന്നെന്താ വെച്ചാൽ ബേസിക് ഗ്രാഫ് എന്നുള്ള ക്വസ്റ്റ്യൻസും ബേസിക് ഇക്വേഷൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പക്ക ഇവർ ഈ കോവിഡിന് ശേഷം ഒരു ബോർഡ് എക്സാം പാറ്റേൺ ആക്കിയിരുന്നു. അതായത് ആദ്യം ഒരു ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ എന്താ വെച്ചാൽ ഒരു ഇൻഡയറക്ട്ലി ഫോക്കസ് ഏരിയ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ കിട്ടും. അതായത് നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഈസി ആയിട്ട് അല്ലെങ്കിൽ A+ ഈസി ആയിട്ട് കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലാക്കിയിരുന്ന് നമ്മുടെ ഈ പേപ്പർ. പിന്നെ മോഡൽ എക്സാം വന്നപ്പോഴും ഏകദേശം ആ ഒരു നോർമൽ ബോർഡ് എക്സാമിന്റെ ലെവലിൽ വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ബ്ലെയിം ചെയ്യുന്നത് ഈ കംപ്ലൈന്റ് പറയുന്ന സ്റ്റുഡൻസിനല്ല, ഈ പേപ്പർ സെറ്റ് ചെയ്യണ അതായത് ആ കേരള ബോർഡിനെയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഈ മോഡൽ എക്സാമെങ്കിലും ഒന്ന് ടഫാക്കല്ല, അതായത് ഈ ഒരു പാറ്റേൺ ടഫാക്കി എന്നല്ല പറയാം, പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു ചെറുതായിട്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ മോഡൽ എക്സാം ഒന്നും ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ സ്റ്റുഡൻസിന് എന്താണ് ബോർഡ് എക്സാമിന്റെ ആ ഒരു രീതിയിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ ചില സ്കൂളിലും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫിസിക്സിന് അങ്ങനെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കൂല, എന്താണോ ഒരു ക്വസ്റ്റ്യൻസ് വരിക ആ ഒരു പോർഷൻസ് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ ആണ് ഫിസിക്സിന് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ ആ ഡെറിവേഷൻ മാത്രം പഠിപ്പിക്കുക. അത് എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ. അതായത് ഫിസിക്സിന് ഒരു ഫിസിക്സ് ആയിട്ട് പഠിപ്പിക്കണില്ല, ജസ്റ്റ് ഒരു എക്സാം എഴുതുക. അതായത് നമ്മൾ കുറച്ച് ഡെറിവേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാൻ എടുക്കുക, എന്നിട്ട് പേപ്പറിൽ പോയാണ്ട് ഛർദ്ദിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തെ, അതായത് ഈ എക്സാം സിസ്റ്റം ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറേ സ്റ്റുഡൻസിന്റെ മൈൻഡ് സെറ്റേ മാറി. അതായത് നമുക്കിപ്പോൾ +1 അല്ലെങ്കിൽ +2 ഒരു 1 ഇയർ ഉണ്ടാവും, ആ 1 ഇയർ ഫുള്ള് ഉഴപ്പി നടക്കുക, എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി എന്ത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടും അങ്ങനെ ഓരോ ഇങ്ങനെ ഗ്യാങ് ബുള്ളിങ് നടത്തിയിട്ടും അങ്ങനെ സ്റ്റുഡൻസിന്റെ എതിരെയുള്ള ഇങ്ങനത്തെ വൃത്തിയായിട്ട് എല്ലാ സാധനങ്ങളും ചെയ്ത് നടക്കുക. എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ യൂട്യൂബിൽ ഏതെങ്കിലും കുറച്ച് ലൈവ് അങ്ങനത്തെ റെക്കോർഡ് ക്ലാസ് 2x അടിച്ചിട്ട് കണ്ടാൽ നിങ്ങൾക്ക് A+ കിട്ടി. അതാണ് ഇപ്പോഴത്തെ ഒരു എക്സാം സിസ്റ്റം. ചില സ്റ്റുഡൻസ് ഒക്കെ പറയാൻ കേട്ടുകണെന്ത് യൂട്യൂബിൽ ജസ്റ്റ് തലേന്ന് ഏതെങ്കിലും ഇപ്പോൾ കുറേ ചാനൽസ് ഉണ്ടല്ലോ, അവരുണ്ടാവുന്നത് പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. ആ ഒരു ലൈവ് മാത്രം കണ്ടു പോയാൽ തന്നെ എന്താ വെച്ചാൽ നല്ല മാർക്ക് കിട്ടും, 80-90% ഒക്കെ മാർക്ക് കിട്ടുമെന്ന് പറയാം. അപ്പൊ പിന്നെ ഞാൻ പറയുന്നത് സ്റ്റുഡൻസിനെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസും മടിയന്മാരാവും, അവർക്കും ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. അതായത് സ്കൂളത്തെ ടീച്ചേഴ്സിനോട് റെസ്പെക്ട് പോകും. അതായത് എന്താ വെച്ചാൽ ഇവരെത്തിനാ ഇത് പഠിക്കേണ്ടെന്ന് ആവശ്യം, ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ആ ടീച്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക, കാരണം എനിക്ക് യൂട്യൂബിൽ പോയി പഠിച്ചാൽ മതിയല്ലോ, ആ ഒരു മൈൻഡ് സെറ്റ് ആവും സ്റ്റുഡൻസിൻ്റെ. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടായിരിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർക്ക് എന്തുണ്ടാവും വെച്ചാൽ എന്താണ്
+2 ഇങ്ങനെയാണ് പാസ്സായി പോയാൽ മതി, പിന്നെ എന്തെങ്കിലും ജോലിക്കാണ് ചേരുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഗൾഫിൽ പോവുക, അങ്ങനെ ചില സ്റ്റുഡൻസ് ഒക്കെ കണ്ടുപോകണം. അവർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ +2 മാർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷെ അടി കിട്ടാർക്ക് വെച്ചാൽ ഈ +2 മാർക്ക് അല്ലെങ്കിൽ +2ന്റെ ബേസ് ആവശ്യമുള്ളവർ, എസ്പെഷ്യലി ഇപ്പം എൻ്റെ ഫീൽഡൊക്കെ വരാൻ പോണവർ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോണവർ, അതായത് ഇപ്പം എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ IIT അങ്ങനെ പോകേണ്ടവർ, JEE എഴുതിയിട്ട് അല്ലെങ്കിൽ കീം എഴുതിയിട്ട്, ഇപ്പോൾ മെഡിക്കൽ ആണെങ്കിൽ നീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തേനൊക്കെ നിങ്ങൾ CUET എഴുതണം. അപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ ഒരു പ്രശ്നം ഭയങ്കര അടിയാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ ഓൾ വീഡിയോ തന്നെ പ്ലാൻ ചെയ്തത്. അത് സത്യം പറഞ്ഞാൽ ഈ എൻട്രൻസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ ഈ കേരള ഭയങ്കര ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാലും സ്റ്റുഡൻസ് അടിച്ച് താഴ്ന്ന് വരികയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പഠിക്കുന്നത് എയിംസ് ഡൽഹിയിലാണ്. ഇപ്പോൾ ഞാൻ 3rd ഇയർ പഠിക്കുകയാണ്, അത് ഫൈനൽ ഇയർ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒക്കെ ടൈമിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ സീനിയർ ബാച്ച് മുതൽ തുടങ്ങാം. ഞാൻ നീറ്റ് 2021 ആണ് കേട്ടോ ക്രാക്ക് ചെയ്ത്. അപ്പോൾ നീറ്റ് 2020 ക്രാക്ക് ചെയ്ത് വന്നവർ പറഞ്ഞാൽ 13 മലയാളികൾ ഉണ്ടായിരുന്നു. 130 സ്റ്റുഡൻസ് ആണ്, അതിൽ 13 മലയാളികൾ. എൻ്റെ ബാച്ചിൽ 2021 ക്രാക്ക് ചെയ്തത് 12 മലയാളികൾ. ഇനിയാണ് കോമഡി. എൻ്റെ നേരെ ജൂനിയർ ബാച്ചിൽ 7 മലയാളികളാണ്. 132 സ്റ്റുഡൻസിൽ 132 എക്സാക്ട്ലി 7 മലയാളികൾ. അതിൻ്റെ നേരെ ഇപ്പോൾ നീറ്റ് 2022 എഴുതിയവർ, ഇനി 23 എഴുതിയവർ എത്ര വെച്ചാൽ 5 മലയാളികൾ. പിന്നെ അടുത്ത ഏറ്റവും ഇപ്പോൾ വന്ന ജൂനിയർ ബാച്ചിൽ റീസെൻ്റ് ആയിട്ട് വന്നവർ നീറ്റ് 2024 എഴുതിയവരിൽ വെറും 6 മലയാളികളാണുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എൻ്റെ താഴോട്ടുള്ള 3 ബാച്ചിൻ്റെ ആവറേജ് എടുത്ത് പറഞ്ഞാൽ 130 സ്റ്റുഡൻസിൽ 6 സ്റ്റുഡൻസ് മലയാളികളുള്ളൂ. ഇനിയിപ്പോൾ IITൻ്റെ കേസിലും ന്യൂസ് വന്നിരുന്നത് ആകെ 1% ഓഫ് കേരളൈറ്റ്സ് IITക്ക് എത്തുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകണമെങ്കിൽ ഏറ്റവും അടിപൊളി കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി ആണല്ലോ. അതായത് +2 മാർക്കിൻ്റെ ബേസിസിലായിരുന്നു ഒരു കുറച്ച് ഇയേഴ്സ് മുന്നേ DUക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നത്. ആ ടൈമിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഫുൾ, കാരണം ഞാൻ ഡൽഹി പഠിക്കണമല്ലോ, ഫുൾ മലയാളികളായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ഒരു CUET എക്സാം വന്ന ശേഷം ഒരു 1-2 മലയാളികളാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 80-90% സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസിൽ ഒരു എൻട്രൻസ് എക്സാം വന്നപ്പോൾ വെറും 1-2 സ്റ്റുഡൻസേ ഉള്ളൂ. ഇതിനൊക്കെ കാരണം എന്താ? ഇതൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ എയിംസിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റത്തെയും ഒരു ടോപ്പ് 10 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ കണ്ടിരുന്നു കേരളത്തിലെ സ്റ്റുഡൻസ് കുറഞ്ഞു വരുമ്പോൾ ഈ തെലുങ്കുമാർ, രാജസ്ഥാനികൾ, പഞ്ചാബികൾ ഇവരൊക്കെ അടിച്ചു മുന്നി കയറുന്നത്. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇലക്ഷൻ്റെ ടൈമൊക്കെ വരുമ്പോൾ എല്ലാവരും തെലുങ്കുമാർ പോകും. കാരണം വെച്ചാൽ അവർ അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടേത് പറഞ്ഞാൽ ഒരു 6 കുട്ടികൾ 5 കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ഒരു ബാച്ചിൽ വരുന്നത്. തെലുങ്കുമാർ പറഞ്ഞാൽ 30-35 വരുന്നത്. രാജസ്ഥാൻ ആ സ്റ്റേറ്റിൽ നിന്ന് മാത്രം 10-15-20 സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് എന്താ ഇപ്പോൾ കുറച്ച് എളുപ്പവഴികളുണ്ട്. ഇപ്പോൾ ബോർഡ് എക്സാം ആണെങ്കിൽ എന്താ, നമുക്ക് ആ ഒരു ഇത്ര പ്രഡിക്ഷൻ, യൂട്യൂബിൽ കുറച്ച് പ്രഡിക്ഷൻ ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻ മാത്രമേ വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുറച്ചൊന്ന് ആ ഒരു ബേസിക്, ഇപ്പോൾ ഒരു ഇക്വേഷൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ കാര്യം ഒരു പ്രഡിക്ഷനിൽ ഉണ്ടാവുക, അതൊന്നും ആ വാല്യൂസ് പോലും മാറ്റാൻ പാടില്ല. അങ്ങനത്തെ ചില സ്റ്റുഡൻസ് മൈൻഡ് സെറ്റ് അതാണ്. ആൻസർ കാണാതെ പോയി പഠിക്കുക, ആ ഡെറിവേഷൻ കാണാതെ പോയി എടുക്കുക, അതങ്ങോട്ട് പേപ്പറിൽ പോയി ഛർദ്ദിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പാറ്റേൺ മാറ്റിയിട്ട്, ടഫ്നെസ് മാറ്റിയിട്ടില്ല കേട്ടോ, പാറ്റേൺ മാത്രം മാറ്റി, ടഫ്നെസ് ഒക്കെ അതേ സെയിം ലെവല്, കുറച്ചൊന്ന് പാറ്റേൺ മാറ്റിയിട്ട് സ്റ്റേറ്റ് സിലബസ് ഒന്ന് പേപ്പർ മാറ്റി പോത്തിന് അങ്ങോട്ട് ഇതായി. അതായത് അതിന് തലേന്ന് യൂട്യൂബിൽ വന്ന ലൈവിലുള്ള അങ്ങനത്തെ അതേ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ച് ചോദിച്ചാൽ കുറച്ചൊന്ന് മാറ്റിയിട്ട് ആ സെയിം ടഫ്നെസ്സിന് തന്നെ കുറച്ചൊന്ന് ആ കൺസെപ്റ്റ് ബേസ്ഡോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ടഫായി. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറ്. അപ്പോൾ നമ്മളവിടെയൊക്കെ എയിംസിലൊക്കെ കാരണം വെച്ചാൽ മലയാളികൾ അത്ര കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇപ്പം എത്ര പുറത്ത് പോയാൽ നമ്മൾ മലയാളികളൊക്കെ ഒറ്റക്കെട്ടാവും. അപ്പോൾ മലയാളികൾ കുറഞ്ഞുകൂടി വന്നാൽ നമുക്ക് ഭയങ്കര ഇതാവും. അപ്പോൾ ഇതിനൊക്കെ ഈ അൾട്ടിമേറ്റ് ആയിട്ട് ഈ പോകുന്നത് ഇതാണ്. നമുക്ക് എന്താ വെച്ചാൽ ഫുള്ള് നമ്മളിങ്ങനെ കംഫർട്ട് സോണിൽ ഇരുന്ന് ശീലമായി. ഒരു ലൈവ് ഉണ്ടാൽ മതി, കഴിഞ്ഞ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടി. പിന്നെ ഇനിയിപ്പോൾ വെറുതെ നമുക്ക് ആദ്യം കുറേ പഠിക്കേണ്ട ആവശ്യമില്ല, കുറേ കൺസെപ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലാസ്റ്റത്തെ ഒരു 1 വീക്ക് ഒന്ന് എത്ര ഉഴപ്പി നടന്നാലും എങ്ങനെ നടന്നാലും ലാസ്റ്റ് ഒരു 1 വീക്ക് കൊണ്ട് പഠിച്ചാൽ മതിയല്ലോ. ആ ഒരു മൈൻഡ് സെറ്റായി. ഇതൊക്കെ ഞാൻ ബ്ലെയിം ചെയ്യുന്നത് സ്റ്റുഡൻസിനല്ല, ഈ എക്സാം സെറ്റ് ചെയ്യണവരാണ്. അപ്പോൾ ഇനി ഞാൻ നേരെ CBSE പേപ്പർ എടുത്തിട്ട്, അപ്പോൾ ഈ സ്റ്റേറ്റ് സിലബസ് പേപ്പർ ഭയങ്കര ടഫാന്ന് പറയുന്നത് CBSE പേപ്പർ ഒന്ന് എടുക്കണം. CBSE പേപ്പർ ഞാൻ പറയട്ടെ, എൻട്രൻസ് ലെവലാണ്, നീറ്റ് ലെവലാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ നോക്കിയതാണ്, എല്ലാ പേപ്പറും ഞാൻ സോൾവും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നല്ല ക്വസ്റ്റ്യൻസ് തന്നെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് CBSE ഫിസിക്സ് പേപ്പർ. അപ്പോൾ CBSEക്കാരെന്താണ് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ അവർ ആ പേപ്പർ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്
പറയണത്. അവർ ആ സ്റ്റാൻഡേർഡ് അങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എയിംസൊക്കെ എത്തുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് എല്ലാ കുട്ടികളും എന്താണ് CBSE സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഞാൻ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത ഹാനിയറിയാസ് എന്നുള്ള സ്റ്റുഡൻറ്റിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ ഫുള്ള് ഇവള് CBSE അല്ലേ, ഇവള് CBSE അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ CBSE സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അവരൊരു ആ സ്റ്റാൻഡേർഡ് വിട്ട് ഇതാക്കൂല. അതായത് സ്റ്റേറ്റ് ബോർഡിനെ പോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ എന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് CBSE അങ്ങനെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊന്നും നടക്കൂല. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെ ഈ ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ എന്നിട്ട് അങ്ങോട്ട് കുട്ടികളെ അങ്ങനെ ഇതാക്കാൻ പറ്റൂല. CBSE പ്രോപ്പർ ആയിട്ട് അത്യാവശ്യം വൃത്തിക്ക് പഠിച്ചാൽ തന്നെ CBSE മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ എന്താ വെച്ചാൽ CBSE സ്റ്റുഡൻസ് കയറി പോകണം. വിചാരിച്ചു ഞാൻ CBSE അല്ലേ, ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ചാണ്. പഠിച്ച സ്റ്റിൽ ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്താണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ജസ്റ്റ് ബൗണ്ടറിയിൽ വന്നിട്ട് 1 ഇയർ ഞാൻ റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറഞ്ഞതല്ല കേട്ടോ. അത് ടഫാണ് എന്ന് പറഞ്ഞവരൊക്കെ പൊട്ടന്മാർ അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മാത്രമാണ്. അതായത് അത്ര കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. ഇപ്പൊ നീറ്റിന് നോക്കാം, 23 ലാക്ക് സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം എഴുതാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയർ അത് 25 അങ്ങനെ കൂടി വരും. ഇപ്പൊ IIT JEE ആണെങ്കിലും ഇപ്പൊ CUETന്റെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനത്തെ ഏത് എൻട്രൻസിന്റെ കേസ് ആണെങ്കിലും കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് നമ്മൾ കേരള ഭയങ്കര ലിറ്ററസി എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാല് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ഔട്ട് ആവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളികളുടെ ഇടയിൽ ഒരു ട്രെൻഡ്. ഇപ്പൊ എന്താ വെച്ചാല് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും വേണ്ട, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മളെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ തന്നെ റിപ്പീറ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഈ നോർത്ത് ഇന്ത്യൻസും ഒക്കെ അവരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ റിപ്പീറ്റ് എന്നുള്ളൊരു ഓപ്ഷനേ മൈൻഡിൽ ഉണ്ടാവില്ല. എല്ലാവരും അധികം ഫസ്റ്റ് അറ്റംപ്റ്റ് ആവും. പക്ഷെ നമ്മുടെ ഈ കേരള സൈഡൊക്കെ വരുമ്പോൾ അധികം റിപ്പീറ്റ് ആവും. അപ്പൊ അതിനൊക്കെ ഉള്ള റീസൺ ഇതാണ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഈ 2 പേപ്പറും കമ്പയർ ചെയ്തിട്ട് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മെയിനായിട്ട് ഈ കോളേജിലൊക്കെ മെയിൻ നമ്മുടെ ക്യാമ്പസസിലൊക്കെ മലയാളികൾ കുറഞ്ഞ് ഇങ്ങനെ വരുന്നത് ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതാണ് എന്നുള്ളത് ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ തോന്നി എന്നുള്ളതും ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.